എല്ലാവർക്കും ജിയ അങ്കമാലിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ലേഡീസ് വാച്ച് എങ്ങനെ റിപ്പയർ ചെയ്തെടുക്കാന്നുള്ളത് കാണിച്ചു തരട്ടെ. ഇതൊരു സ്വിസ് മെയ്ഡ് വാച്ച് ആണ്. ഇതിന്റെ കംപ്ലൈന്റ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് കുറെ കാലമായിട്ട് യൂസ് ചെയ്യാതിരിക്കുന്ന വാച്ചാണ്. ഏതാണ്ട് ഒരു 10-15 വർഷത്തോളം ഇതിന് പഴക്കമുണ്ട്. നിങ്ങൾ ഇതിൽ സൂക്ഷിച്ചു നോക്കിയാൽ അറിയാം, ഒരു പച്ച കളർ കാണുന്നില്ലേ, അത് ക്ലാവ് പിടിച്ചിരിക്കുന്നതാണ്. അതായത് ഡയലിൽ നിന്ന് വരുന്നതാണത്. ഡയല് പിച്ചളയാണ്, അതാണ് അതിന്റെ കാരണം. ഈ വാച്ച് നമുക്ക് രണ്ട് രീതിയിൽ റിപ്പയർ ചെയ്തെടുക്കാം. അതായത് എല്ലാ ബാറ്ററി വാച്ചുകളും നമുക്ക് രണ്ട് രീതിയിൽ റിപ്പയർ ചെയ്തെടുക്കാം. ഇതിന്റെ പോയ ഇലക്ട്രോണിക് പാർട്സുകളൊക്കെ മാറി ഇതിന്റെ മെക്കാനിസം സർവീസ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. അതാണ് ഒരു മെത്തേഡ്. അതായത് പക്ക റിപ്പയറിങ്, അതായത് ശരിക്കും റിപ്പയർ ചെയ്തെടുക്കുക എന്നുള്ളത്. പക്ഷെ ഒരു പരിധി കൂടുതൽ പഴക്കം ചെന്ന വാച്ചുകൾ അങ്ങനെ റിപ്പയർ ചെയ്യുന്നതുകൊണ്ട് അർത്ഥമില്ല. അതിന്റെ മൂവ്മെന്റ് റീപ്ലേസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഈ മൂവ്മെന്റ് ഞാൻ റീപ്ലേസ് ചെയ്യാൻ പോവാണ്. ഇതാണ് ഞാൻ റീപ്ലേസ് ചെയ്യാൻ പോകുന്ന മൂവ്മെന്റ്. എത്ര നല്ല വാച്ച് മൂവ്മെന്റ് ആയാലും കേസിന്റെ അകത്ത് ഇതുപോലെയുള്ള അവസ്ഥയാണെങ്കിൽ വാച്ച് പെട്ടെന്ന് കംപ്ലൈന്റ് വരും. ഇവിടെ ആദ്യം ക്ലിയർ ചെയ്യേണ്ടത് ഡയലിന്റെയും കേസിന്റെയും അകത്തുള്ള പ്രശ്നങ്ങളാണ്. എന്നാൽ മാത്രമേ നമുക്ക് മെഷീൻ മാറ്റി വയ്ക്കാൻ പറ്റുള്ളൂ. ഡയല് നല്ല പോലെ അപ്പൊ നമ്മൾ ക്ലീൻ ചെയ്തു. ഇനി ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയൊരു കോട്ടിങ് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് ഡ്രൈ ആവുന്ന ആ സമയം കൊണ്ട് നമുക്ക് ഇതിന്റെ കേസും അതുപോലെ ഇതിന്റെ ബാക്കും നന്നായിട്ട് വാഷ് ചെയ്ത് ഇത് ഡ്രൈ ആക്കി എടുക്കാം. കേസ് നല്ല പോലെ ക്ലീൻ ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി പുത്തൻ മൂവ്മെന്റ് നമുക്ക് കേസിലേക്ക് ആക്കാം. ക്രൗണിന്റെ അകത്ത് അല്പം ഗ്രീസ് കൊടുക്കണം, കാരണം അതിൽ വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ വാട്ടർ പ്രൂഫിംഗ് ലിക്വിഡ് ഉപയോഗിച്ചിട്ട് പുതിയ വാഷർ വെച്ച് ഞാൻ ബാക്ക് അടയ്ക്കാൻ പോവാണ് കേട്ടോ. ലിക്വിഡ് ഒഴിച്ചിട്ട് വാഷർ കറക്റ്റായിട്ട് വെക്കുക. അപ്പോൾ നമ്മുടെ വാച്ച് റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വാച്ചായിട്ട് നമുക്ക് പിന്നീട് കാണാം.